ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവിധതരം ചർമ്മക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഫേസ് ക്ലെൻസേഴ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈസിയായി എങ്ങനെ ക്ലീനപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഫേസ് വാഷും അതുപോലെ ക്ലെൻസേഴ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ അഴുക്ക്, എണ്ണമയം അല്ലെങ്കിൽ പൊല്യൂഷൻ മൂലമുള്ള ഡാമേജുകൾ, മേക്കപ്പിൻ്റെ ബാലൻസ്, അതുപോലെ ക്രീംസ് ഒക്കെ ഉപയോഗിച്ചതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ക്ലീൻ ആവാൻ വേണ്ടിയിട്ടുമാണ് ക്ലെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് തണുത്ത പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. 15 മിനിറ്റാണ് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കേണ്ട സമയം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ടൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ മാരേജോ ഒക്കെ ഫിക്സ് ആയി കഴിഞ്ഞാൽ 2 മാസം മുൻപേ തന്നെ ഇത് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ മറ്റൊരു കാര്യവും ചെയ്യാതെ തന്നെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടും ഗ്ലോ ആയിട്ടും ഒക്കെ ഇരിക്കും. അരി നമ്മൾ പൊടിപ്പിച്ച് എടുക്കുന്നതാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ വാങ്ങുന്നത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരി കുതിർത്ത് അരച്ചെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പാട മാറ്റിയ പാൽ ഉപയോഗിക്കേണ്ടത് ഓയിലി സ്കിന്നുള്ളവർക്കാണ്. പാട മാറ്റാത്ത പാൽ ഡ്രൈ സ്കിന്നുള്ളവർക്കായിരിക്കും കൂടുതൽ അനുയോജ്യം. ആ കാര്യം ഒന്ന് ഓർക്കുക. പാലിന് പകരം നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാം. ദിവസവും നമുക്ക് ഫേഷ്യൽ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടുള്ള ക്ലെൻസർ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സ്കിൻ നറിഷിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ചെറുപയറിലെ വൈറ്റമിൻ എയും സിയും സ്കിൻ ഹെൽത്തി ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ചെറുപയർ പൊടി ഉപയോഗിച്ച് ബാത്ത് പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ, അതുപോലെ ചെറുപയർ പൊടി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി വെക്കാം, കൂടുതൽ നാൾ ചീത്താവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് 4 വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അതുകൂടി കാണുക. ചെറുപയർ പൊടിയും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടാം. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല കേട്ടോ, അത് ഒരു എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ചേർക്കുന്നതാണ്. കഞ്ഞിവെള്ളത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി റൈസ് വാട്ടറിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. നല്ലൊരു ടോണറാണ് നമ്മുടെ സ്കിന്നിന്. കഞ്ഞിവെള്ളം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ റൈസ് വാട്ടർ ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരമായിട്ട് പാൽ ആഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക. ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ നല്ലത് പാൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ചെറിയ രീതിയിലുള്ള ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതൊരു 15 മിനിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിക്കളയാം. ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ 2 കാര്യങ്ങളിൽ, 2 മെത്തേഡ്സിൽ ഏത് ആണ് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും എഫക്റ്റീവ് എന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം കണ്ടുപിടിക്കുക. അതിനുശേഷം അത് ഡെയിലി ഉപയോഗിക്കുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നുകൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചാനലിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.